രണ്ടാമത്തെ കവിതയായിട്ടുള്ള വയലാറിൻ്റെ എൻ്റെ ശില്പം എന്നതിലെ അവസാന ഭാഗം ഇങ്ങനെയാണ്. രണ്ടു നാൾ കൊണ്ടു കാറ്റിൻ്റെ കയ്യിൽ തെണ്ടുവാനുള്ളതല്ലെൻ്റെ ശില്പം, ഈ യുഗത്തിനമൂല്യമാ പ്രാണവായു ഉൾക്കൊള്ളുവതാണെൻ്റെ ശില്പം. ഞാനുയർത്തുമീ ശില്പത്തെ നാടിൻ പ്രാണഹർഷങ്ങളേറ്റുവാങ്ങുമ്പോൾ, നീലരാവിനും ചന്ദനം ചാർത്താൻ നീളെ ഞാനെൻ്റെ കൈയുയർത്തുമ്പോൾ, കാഴ്ചവയ്ക്കുന്നു കാലമെൻ മുന്നിൽ പൂത്തളികയും പുല്ലാങ്കുഴലും. എപ്പോഴാണ് കാലം കവിയുടെ മുന്നിൽ പൂത്തളികയും പുല്ലാങ്കുഴലും എല്ലാം കാഴ്ചയായി വയ്ക്കാൻ സാധിക്കുക? തൻ്റെ ശില്പത്തെ ഈ ലോകവും കാലവും കൈനീട്ടി സ്വീകരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. അല്ലാതെ ഇത് വെറുതെ കാറ്റിൻ്റെ കയ്യിൽ അലിഞ്ഞില്ലാതാവാനോ പൊടിഞ്ഞില്ലാതാവാനോ ഉള്ളതല്ല എൻ്റെ ശില്പം എന്ന് കവി അഭിപ്രായപ്പെടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ 2 നാൾ കഴിയുമ്പോൾ ഇതില്ലാതാവില്ല. ഈ യുഗത്തിന് അമൂല്യമായ പ്രാണവായു പ്രദാനം ചെയ്യുന്നതാണ് തൻ്റെ ശില്പം, തൻ്റെ കാവ്യശില്പം, തൻ്റെ മാനവ ജീവിതത്തെയും മാനവ ദുരിതത്തെയും കുറിച്ചുള്ള പാട്ടുകൾ. താൻ സൃഷ്ടിച്ച ഈ ശില്പത്തെ ഈ നാട് ഒരിക്കൽ സന്തോഷത്തോടെ ഹർഷാരവങ്ങളോടെ ഏറ്റുവാങ്ങും. പ്രാണഹർഷങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ എന്ന് പറയും. വീണ്ടും കവി പറയാണ്, നീലരാത്രിക്ക് ചന്ദനം തൊടുന്നതിന് താൻ ഒരിക്കൽ കൈ ഉയർത്തുമ്പോൾ കാലം തൻ്റെ മുന്നിൽ പുല്ലാങ്കുഴലും പൂത്തളികയും എല്ലാം നൽകി കാഴ്ചവയ്ക്കും എന്ന് പറയാൻ. നീലരാവിനും ചന്ദനം ചാർത്താൻ നീളെ ഞാൻ എൻ്റെ കൈ ഉയർത്തുമ്പോൾ എന്ന് പറയുന്നിടത്ത് ഇവിടെയാണ് കവിയുടെ ആദർശ ധീരത. തൻ്റെ ഈ ശില്പം ഒരു കാലത്ത് ലോകവും കാലവും കൈനീട്ടി സ്വീകരിക്കും എന്ന് വയലാർ അഭിപ്രായപ്പെടുന്നു. മനുഷ്യവർഗത്തിൻ്റെ പുരോഗതിയെയും വളർച്ചയെയും തടസ്സപ്പെടുത്തുന്ന ആ പാരമ്പര്യവാദികളോടുള്ള അമർഷം അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലുണ്ട്. ധീര നൂതന യുഗത്തെ സൃഷ്ടിക്കാനായി അദ്ദേഹം കമ്മിറ്റഡാണ്, പ്രതിജ്ഞാബദ്ധനാണ്. ഈ ആശയവും അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. ശാസ്ത്രം പകർന്നു തന്ന വിജ്ഞാനത്താൽ മനുഷ്യൻ നേടിയ നേട്ടങ്ങൾ കാണാൻ ഒരുപക്ഷെ ഈ യാഥാസ്ഥിതികരായിട്ടുള്ള കവികൾക്കും കലാകാരന്മാർക്കും പാരമ്പര്യവാദികൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. ശാസ്ത്ര നേട്ടങ്ങളെ മൂടിവയ്ക്കാൻ ഒരുപക്ഷെ അവർ ശ്രമിച്ചേക്കാം. ഇതെല്ലാം വയലാർ തുറന്ന് തന്നെ സത്യസന്ധമായി കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നു.